ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് ആനയെക്കുറിച്ചാണ് കേട്ടോ. അപ്പം ആന എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മൃഗം കൂടിയാണ്. ആനയ്ക്ക് എന്തൊക്കെ പര്യായ പദങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. ഗജം, ദന്തി, ഹസ്തി, ദ്വിപം എന്നിങ്ങനെ പറയാറുണ്ട്. അപ്പം ഗജം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, നമ്മൾ ഗജകേസരി യോഗം എന്നൊക്കെ കേട്ടിട്ടില്ലേ. ഇപ്പം ജയറാമിൻ്റെയൊക്കെ ഒത്തിരി സിനിമകളിൽ ഈ പദങ്ങൾ ഇങ്ങനെ കയറി വരാറുണ്ട്. ആനയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് മനസ്സിൽ ഓർക്കുക, ഗജം, ഗജകേസരി യോഗം. അപ്പം ഗജം എന്ന് പറഞ്ഞാൽ എന്താണ്? ആനയാണ്. അതുപോലെ ദന്തി, ദന്തം എന്ന് പറഞ്ഞാൽ പല്ലാണ് അല്ലേ. അപ്പം ആനയുടെ ആ 2 കൊമ്പുകൾ ഇങ്ങനെ ഓർക്കുക, ദന്തി എന്ന് പറയും. പിന്നെയോ ഹസ്തി എന്ന് പറയും, ദ്വിപം എന്നും പറയാറുണ്ട്. അപ്പോൾ ആനയ്ക്ക് എന്തൊക്കെ പറയാം? ഗജം, ദന്തി, ഹസ്തി, ദ്വിപം. അപ്പം ഈ ഒരു ടോണിൽ തന്നെ പഠിച്ചു വെക്കുക. ഗജം, ദന്തി, ഹസ്തി, ദ്വിപമാണ് ആന. ഗജം, ദന്തി, ഹസ്തി, ദ്വിപമാണ് ആന. അപ്പോൾ ആനയ്ക്ക് എന്തൊക്കെ പറയാം? ഗജം, ദന്തി, ഹസ്തി, ദ്വിപം. അടുത്ത നോക്കുക, കുതിരയാണ്. അടുത്ത ആരാണ്? കുതിര. അപ്പൊ കുതിരയ്ക്ക് എന്തൊക്കെ പറയാം? അശ്വം എന്ന് പറയാറുണ്ട്, വാജി എന്ന് പറയാറുണ്ട്, സൈന്ധവം എന്നും പറയാറുണ്ട്. അപ്പൊ അശ്വം, വാജി, സൈന്ധവമാണ് കുതിര. അശ്വം, വാജി, സൈന്ധവം കുതിര. ഗജം, ദന്തി, ഹസ്തി, ദ്വിപം ആന. അശ്വം, വാജി, സൈന്ധവം കുതിര. അശ്വം, വാജി, സൈന്ധവം കുതിര. ഗജം, ദന്തി, ഹസ്തി, ദ്വിപം ആന. അടുത്ത് നോക്കാം, ഉറുമ്പ്. കുഞ്ഞുറുമ്പാണ്. ഉറുമ്പിന് എന്തൊക്കെയുണ്ട് പര്യായങ്ങൾ? വമ്രി എന്ന് പറയാറുണ്ട്, ഉറവി എന്ന് പറയാറുണ്ട്, പിപീലിക എന്ന് പറയാറുണ്ട്. പിപീലിക, ഉറവി, വമ്രി, ഉറുമ്പ്. ഉറുമ്പ് എന്തൊക്കെയാണ്? വമ്രിയാണ്, ഉറവിയാണ്, പിപീലിക്കയാണ്. അടുത്ത എലിയാണ് അല്ലേ. എലിക്ക് മൂഷികൻ, മൂഷികവാഹനൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ മൂഷികനാണ്, ആഖുവാണ്, ഖനകനാണ്. അപ്പോൾ മൂഷികൻ, ആഖു, ഖനകനാണ് എലി. മൂഷികൻ, ആഖു, ഖനകനാണ് എലി. അടുത്ത നോക്കാം, എട്ടുകാലിയാണ്. എട്ടുകാലി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. ഇപ്പോൾ ചില പ്രദേശങ്ങളിൽ അവയുടെ ഭാഷാഭേദം അനുസരിച്ചിട്ട് ചിലന്തി എന്നും എട്ടുകാലി എന്നും മാറി മാറി പറയാറുണ്ട്. അപ്പോൾ എട്ടുകാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലന്തി നമുക്ക് പരിചയമുള്ളൊരു വാക്കാണ്. അതേപോലെ ഊർണനാദം, തന്തുവായം, 2 വാക്കുകൾ കൂടി ഓർത്ത് വെക്കുക. ഊർണനാദം, തന്തുവായം. അപ്പോൾ എട്ടുകാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലന്തിയാണ്, നമുക്ക് അറിയാവുന്ന ഒരു വാക്കാണ്. കൂട്ടത്തിൽ പഠിച്ചു വെക്കുക, ഊർണനാദം, തന്തുവായം. അടുത്ത് നോക്കാം, ഒട്ടകം. ഒട്ടകത്തിന് എന്തൊക്കെ പറയാം? മഹാഗളം എന്ന് പറയുന്നുണ്ട്, പിന്നെ ബഭ്രു എന്ന് പറയുന്നുണ്ട്, ധൂമ്രകം എന്നും പറയാറുണ്ട്. മഹാഗളം, ബഭ്രു, ധൂമ്രകം ആണ് ഒട്ടകം. ഒന്നുകൂടി നോക്കുക, ആന എന്ന് പറഞ്ഞാൽ ഗജം, ദന്തി, ഹസ്തി, ദ്വിപം. കുതിര എന്ന് പറഞ്ഞാൽ അശ്വം, വാജി, സൈന്ധവം. ഉറുമ്പ് എന്ന് പറഞ്ഞാൽ വമ്രി, ഉറവി, പിപീലിക. എലി ആകട്ടെ മൂഷികൻ, ആഖു, ഖനകൻ. എട്ടുകാലി ചിലന്തി, ഊർണനാദം, തന്തുവായം. ഒട്ടകം മഹാഗളം, ബഭ്രു, ധൂമ്രകം. അടുത്ത് നോക്കുക, ഓന്ത്. ഓന്തിന് എന്തൊക്കെ പറയാം? വേദാരം, ചാകന്തി, സുഷിരം. ഇപ്പൊ സുഷിരം എന്ന് കേട്ടാൽ തന്നെ നമുക്ക് അത് ദ്വാരം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അതിനെ അർത്ഥം എടുക്കുന്നത്. പക്ഷെ ഇവിടെ ഓന്തിന് അങ്ങനെ ഒരു പര്യായം കൂടിയുണ്ട്, വേദാരമെന്നും ചാകന്തി എന്നും സുഷിരമെന്നും. അടുത്ത് നോക്കുക, കുയിൽ. കുയിൽ എന്തൊക്കെയാണ്? നമുക്ക് അറിയാവുന്നതാണ്. കുയിൽ നന്നായിട്ട് പാടുന്ന ഒരു പക്ഷി കൂടിയാണ്. അതിൻ്റെ അർത്ഥത്തിലാണ് കുയിലിന് കളകണ്ഠം എന്ന് പേര് വന്നിരിക്കുന്നത്. മനോഹരമായ ശബ്ദമുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ കുയിൽ എന്തൊക്കെയാണ്? കോകിലം, പികം, കളകണ്ഠം. കോകിലം, പികം, കളകണ്ഠം. അടുത്ത് നോക്കുക, കുരങ്ങ്. കുരങ്ങ് എന്ന് വെച്ചാൽ സുന്ദരൻ എന്നുള്ളൊരു അർത്ഥമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് രാമായണത്തിൽ ആ കാണ്ഡം സുന്ദരകാന്ഡമായിട്ട് മാറുന്നത്. അപ്പോൾ കുരങ്ങ് എന്താണ്? വാനരനാണ്. കപി. കപി എന്ന് വെച്ചാൽ കപീഷ് എന്ന് പറഞ്ഞിട്ടൊരു കാർട്ടൂൺ ക്യാരക്ടർ നമുക്ക് അറിയാവുന്നതാണ്, വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കപി, കപീഷ് അത് ഓർമ്മിക്കുക. പിന്നെ ബലിമുഖം എന്നുകൂടി ഒരു പേരുണ്ട്. അപ്പോൾ കുരങ്ങ് എന്തൊക്കെയാണ്? വാനരൻ, കപി, ബലിമുഖം. അടുത്ത തവള. തവളയ്ക്കോ? ദർദൂരം, മണ്ഡൂകം, ഭേഗം. എന്തൊക്കെയാണ്? ദർദൂരം, മണ്ഡൂകം, ഭേഗമാണ് തവള. കുരങ്ങ് എന്തൊക്കെയാണ്? വാനരൻ, കപി, ബലിമുഖം. അടുത്തത് തവളയോ? ദർദൂരം, മണ്ഡൂകം, ഭേഗം. അപ്പോൾ ദർദൂരം, മണ്ഡൂകം, ഭേഗമാണ് തവള. കുയിൽ എന്തൊക്കെയാണ്? കോകിലം, പികം, കളകണ്ഠം.